ഞാൻ പുറത്താ, പറഞ്ഞോ. ഞാൻ ദൃശ്യയുടെ അവിടെ പോയിട്ട് വരാം. ശരി, ഞാനേ ടീ ഷോപ്പിന് അങ്ങോട്ട് വരാം, നീ അവിടെ ഇരുന്നു. ഓക്കെ. ചേട്ടാ 2 ചായ. ചേട്ടാ 2 ലൈറ്റ്സ്. എവിടേക്ക് പുതിയ ഷർട്ടൊക്കെ ഇട്ട്? പുതിയ ഷർട്ടൊക്കെ ഇട്ട് എങ്ങോട്ടാണ്? കലേഷിന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ, അതിന് പോകാനായിട്ട് ഇറങ്ങി. കൊള്ളാം. കൊള്ളാം. നീ എവിടെ പോയതാ? ദൃശ്യയുടെ അവിടെ. കഴിഞ്ഞില്ലേ പ്രോജക്റ്റ്? എവിടെ? എനിക്ക് വരയ്ക്കാൻ അറിയില്ല, നിനക്കറിയാലോ. അവർക്ക് എന്നെ വരയ്ക്കാൻ അറിയാലോ. നല്ലതാ. ചായ കുടിക്ക്. വല്ലതും കഴിച്ചോ? കഴിച്ചില്ലടാ, വിശക്കുന്നുണ്ട്. വല്ലതും കഴിക്കാം. വേണ്ട. ഹോസ്റ്റലിൽ ഫുഡ് എടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പൈസ കൊടുക്കുന്ന പോലെ അല്ലേ. ജെസ്സിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എടുത്തു വയ്ക്കാൻ. ചായ കുടി. അവിടെ ഞാൻ പൈസ കൊടുത്തിട്ട് വരും. പറയട്ടെ. ആ ഓ കഴുത്തിലെന്ത് പറ്റി? കഴുത്തിൽ എന്ത് പറ്റി? കഴുത്തല്ലോ. ഇറങ്ങട്ടെ. പോട്ടെ. നീ എവിടെ പോയെന്നാ പറഞ്ഞേ? ദൃശ്യയുടെ അവിടെ. എന്താ പറ്റി? ഒന്നുമില്ല. പോട്ടെ. സത്യം പറഞ്ഞ ആദ്യം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ആർക്ക്? നിനക്കാ ടെൻഷൻ? നീ പറ. എന്നിട്ടുണ്ടല്ലോ ചേട്ടൻ എനിക്കിന് അടുത്തേക്ക് വന്നിട്ടേ കല്യാണ പെണ്ണ് എത്തിയോ? ഒന്നും മീനിങ് ഉണ്ടല്ലോ. ഓടി അവിടെ നിന്ന്. രതീഷേട്ടൻ സീനാണോ മോളെ? വിഷയവാ. ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാണ്ടടി. ഞങ്ങളൊന്ന് എൻജോയ് ചെയ്ത് അങ്ങ് വരുമായിരുന്നു. അപ്പോഴാണ് പണ്ടാറ് എക്സാം എന്ന് പറഞ്ഞ ഇവിടുന്ന് കോളും വന്നു. ഇനി എക്സാം ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് പൊളിക്കാൻ. നല്ലതാ. നീ ഇപ്പൊ എവിടുന്ന കയറി വന്നേ? ആ ഫ്ലോ അങ്ങ് പോയി. നീ ഇവിടെ എങ്ങനെ വന്നിരിക്കേ? കഥ തുടങ്ങിയിട്ടുള്ളൂ. ഞാനില്ല, നിങ്ങൾ കണ്ടില്ലേ. ഞാൻ ഫ്രഷ് ആവട്ടെ. എന്നിട്ടുണ്ടല്ലോ അതെ, ഞാൻ ഫുള്ളൊന്നും പറയില്ല കേട്ടോ. അതെന്ത് പരിപാടിയാ? എനിക്ക് ഇത്രയൊക്കെ നീ പറയാം. ഇങ്ങനെ ആക്രാന്തം കാണിക്കല ശാസിയെ. അവള് കഥ പറയും, നീ പറ. എന്നിട്ടുണ്ടല്ലോ ചേട്ടൻ എനിക്കിനെ അടുത്തേക്ക് വന്നിട്ടില്ലേ, എനിക്കിനെ കെട്ടിപ്പിടിച്ചിട്ട് കഴുത്തിൽ കുറെ വന്ന്. അയ്യോ, എനിക്ക് എന്തോലെ ഇപ്പോൾ ഭയങ്കര വെയിലായിരുന്നടി. അതെനിക്ക് എന്നെ പറഞ്ഞാലോ എന്നറിയില്ല. എന്നിട്ട് ഏട്ടൻ എന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് ഞാനും ഏട്ടനിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് മച്ചനെ, അവൾക്ക് വേറെ ആരും ഉണ്ട് മച്ചനെ? അവളോ?
ഏതാ അവള്? നീ ഇതാരെക്കുറിച്ചായി പറയുന്നത്? ഗീതുവിനെ കുറിച്ചോ? വേറെ ഏത് പെണ്ണാണ് എനിക്കുള്ളത്? എടാ കാര്യത്തിലാണോ? പോടാ. അവളോ? നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? എനിക്കിപ്പോഴും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല മച്ചാനെ. രാവിലെ അവൾ കാണാൻ വിളിച്ചിട്ട് ഞാൻ ചെന്നതാ. ചെന്ന് കണ്ടൊരു ചായയൊക്കെ കുടിച്ച് ഒരു സിഗൊക്കെ വലിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. അവൾക്ക് ഹോസ്റ്റലിൽ പോകണമെന്ന് പറഞ്ഞ് അവളെ കൊണ്ടുവിടാൻ നേരത്താ അവളുടെ കഴുത്തിലൊരു പാട്. പാടോ? അത് വല്ല ആട്ടാമ്പുഴ ആട്ടിയായിരിക്കും. എൻ്റെ പൊന്ന് കലേശ, കോമഡി മൂഞ്ചാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല. നീ പറ. എനിക്കറിയത്തില്ല മച്ചാനെ. കഴുത്തിൻ്റെ ഈ സൈഡിലായിട്ടൊരു ലവ് ബൈറ്റ് പോലെ കട്ടിക്ക്. ലവ് ബൈറ്റ്? അതെന്തുവാ? എടാ അത് ഈ ഉമ്മയൊക്കെ വെക്കുമ്പോൾ ആ, എന്നിട്ട് നീ ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു മച്ചാനെ. പക്ഷെ അവള് ലിപ്സ്റ്റിക്കാന്ന് പറഞ്ഞ് നൈസായിട്ട്. പക്ഷെ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല മച്ചാനെ. അവള് എടാ നീ വിഷമിക്കാതെ അവളോടങ്ങ് ചോദിച്ചാൽ പോരെ ആരാ എന്തുവാ. നിനക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ഇവനും പോലും അറിയാതെ ലവ് ബൈറ്റ് വരെ എത്തിയ റിലേഷൻഷിപ്പ് അവൾക്കുണ്ടെങ്കിൽ അവൾ ഇനി ഇവനോട് പറയുമോ? ഇല്ല. അവൾ തന്നെ നമ്മളെ അടുത്ത് വന്ന് എല്ലാം പറയും, അതും ചോദിക്കാതെ തന്നെ. മച്ചാനെ നീ നോക്ക്, അവളുടെ കളി എവിടെ വരെ പോകുന്നു നമുക്ക് നോക്കാം. ഞാൻ വിളിക്കാം. ഹായ്. എടാ ഞാൻ വിളിക്കാം. ഗീതു, വീണയുടെ ഫ്രണ്ട്. അതെ, വീണ പുറത്തു പോയേക്കാം. ഇവിടെ എന്താ പരിപാടി? ഞാൻ ആക്ച്വലി ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി വന്നതാ. ഇപ്പോൾ PG നോക്കിക്കൊണ്ടിരിക്കുക. അതുവരെ ഇവിടെ ഉണ്ടാവും. ഇവിടെ എന്താ പരിപാടി? അച്ഛനമ്മയൊക്കെ നാട്ടിലാണ്, ഞാനിവിടെ ഒറ്റയ്ക്ക് ചില്ലിങ്. ഓക്കെ. ഒളിച്ചിരുന്ന ബീറടിയാണോ? ബീറടിക്കാന്മാരിൽ ഒളിച്ചിരിക്കുമോ? ഞാനിവിടുന്ന് സ്ഥിരം അടിക്കാറ്. വേണം? വേണ്ട. കഴിച്ചോ? കുഴപ്പമില്ല, ഒരു പ്രശ്നമൊന്നുമില്ല. താൻ കഴിച്ചു? ഇവിടെ സീനൊന്നുമില്ലേ? കഴിക്കാല്ലേ? എടാ അതിപ്പോൾ പറയാൻ പറ്റില്ല. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് പറയാം, നീ ഇങ്ങോട്ട് വാ. ഹലോ, എപ്പോൾ വരും? എന്നെ പരിപാടി കാണിച്ചേ? ഞാൻ ഒറ്റവലിയാ. താനത് മൊത്തം കുടിച്ചു. സോറി. ഈ സിഗരറ്റാണോ വലിക്കുന്നത്? അതിൻ്റെ ഫ്രണ്ട് തന്നാ. ഓ, വലിക്കൂ. ഓ, റിങ്ങൊക്കെ പ്രോയാണല്ലോ. തന്നെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയെന്നറിയോ? ഇല്ല.
എന്താ? Wow, you are so attractive. നമ്മൾ ഇന്നലെ കണ്ടതേ ഉള്ളൂ. ശരി, അപ്പോൾ കാണാം. ഉറങ്ങിപ്പോയോ? ചെറുതായിട്ട്. ഞാൻ പോട്ടെ, സമയായി. പോട്ടെ. ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. ഇതാരുടെയാടാ ഏറ്റിഎം കാർഡ്? ഗീതു സുരേന്ദ്രൻ. എടാ ഏറ്റിഎം കാർഡ് ആരുടെയാ? ഏത് ATM കാർഡ്? ആരാ ഈ ഗീതു? എടാ ഈ ഗീതു സുരേന്ദ്രൻ ആരാന്ന്? എടി, എന്റെ ATM കാർഡ് കളഞ്ഞു പോയപ്പോഴേ എന്റെ ഫ്രണ്ടിനെ മേടിച്ചതാ. വീണ്ടും കൊണ്ട് കളഞ്ഞല്ലേ? ഇത് എത്രാമത്തെയാടാ? ആ, പോയിട്ട് കുറേ ഞാൻ കാണുമ്പോ കൊടുത്തോളാം. ഒരു സാധനം സൂക്ഷിക്കത്തില്ല, എപ്പോഴും വേറെ അങ്ങെടുത്താ മതിയല്ലോ. നീ അതോടെ വെച്ചേക്ക്, ഞാൻ കാണുമ്പോ കൊടുത്തോളാം. അല്ല, ഏതായി ഞാൻ അറിയാത്ത ഫ്രണ്ട്? എന്റെ എല്ലാ ഫ്രണ്ട്സും നിനക്കറിയോ? അല്ല, നീ ഏറ്റിഎം കാർഡ് എവിടെ കൊണ്ട് കളഞ്ഞു എന്നാ പറഞ്ഞേ? കഴിഞ്ഞ ആഴ്ചേ സൂപ്പർ മാർക്കറ്റിൽ പോയി വരുമ്പോ കളഞ്ഞു പോയതാ. നീ അതോടെ വെച്ചേക്ക്, ഞാനിപ്പോ അങ്ങോട്ട് വരാം.